മലപ്പുറം പോത്തുകൽ നാരങ്ങാപ്പൊയിലിലെ ആദിവാസി കുടുംബങ്ങളുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. കനത്ത മഴയിൽ വീടുകൾക്ക് സമീപത്തേക്ക് കുന്നിടിഞ്ഞു തുടങ്ങി. രാത്രി കിടന്നുറങ്ങാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ഈ മനുഷ്യർ. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാരോപിച്ച് പ്രതിഷേധം കടുപ്പിക്കാനാണ് അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അഷ്കർ അലി കരിമ്പ പറയും ബാക്കി. സുജിയ, അങ്ങേയറ്റത്തെ ദയനീയാവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു രാത്രി ഭയമില്ലാതെ പേടിയില്ലാതെ കടന്നുറങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. നമുക്ക് കാണാൻ കഴിയും, ഇവിടെ 5ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഈ മൺകൂനയ്ക്ക് താഴെ ഭീഷണിയോടെ. ഇവർക്ക് ഈ എഴുതി വെച്ചതുപോലെ തന്നെ ഒന്ന് ഉറങ്ങണം, പേടിയാ സാർ, മണ്ണിടിയാതെ ഞങ്ങളെ രക്ഷിക്കൂ, അതുപോലെ തന്നെ വീടിന് പിറകിൽ മൺകൂനയാണ്, മണ്ണിടിയുമോ പേടിയാണ് സാർ, ഇങ്ങനെ ഭയപ്പാടോടുകൂടെ ഉള്ള ഒരു അവസ്ഥ. ഈ കുട്ടികളടക്കം 10-32 മനുഷ്യരാണ് ഇവിടെ താമസിക്കുന്നത്. ഇവരൊക്കെ ഇപ്പോൾ ഈ പ്ലക്കാർഡുമേന്തി ഇവിടെ പോത്തുകല്ല് പഞ്ചായത്തിൽ തന്നെ അവിടേക്ക് പോയി പ്രതിഷേധിക്കാനുള്ള ഒരു മുന്നൊരുക്കത്തിൽ. കാരണം ഈ വീടുകൾക്ക് പിന്നിലുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് അത്യധികം ഉയരത്തിലുള്ള ഒരു വലിയ മൺകൂനയാണ്. പലതവണയായി മൺകൂനയുടെ പല ഭാഗങ്ങളും പലപ്പോഴായി അടർന്നു വീഴുകയും ചെയ്തു. അപ്പോഴൊക്കെ തന്നെ ഇതിനൊരു പരിഹാരം വേണമെന്നുള്ള ആവശ്യം ഈ കുടുംബങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ 3 വർഷമായി ഇവിടേക്ക് ഒരു സംരക്ഷണ ഭിത്തി ഒരുക്കി തരാമെന്നുള്ളൊരു വാഗ്ദാനം പഞ്ചായത്ത് നടത്തിയിരുന്നെങ്കിൽ പോലും ആ സംരക്ഷണ ഭിത്തി പോലും ഇതുവരെ ഇവർ ഒരുക്കാൻ തയ്യാറായില്ല എന്നുള്ള ഇതിന് തൊട്ട് പിന്നാലാണ് ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ ഇവിടെ പ്രതിഷേധമായി ഇവർ രംഗത്തെത്തിയത്. കാരണം മഴ കനക്കുമ്പോൾ മറ്റ് വീടുകളിലേക്ക് മറ്റ് അഭയകേന്ദ്രങ്ങളിലേക്ക് ഓടിപ്പോകേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ആളുകൾ മഴ രാത്രിക്ക് മഴ കൂടിക്കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കേണ്ട അവസ്ഥ, അത്രയും ദയനീയമായ ഒരു അവസ്ഥ എത്തിയതോടെയാണ് ഇവർ ഇപ്പോൾ പ്രതിഷേധമായി എത്തിയിരിക്കുന്നത്. എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? എന്താണ് ഇവിടെ ശരിക്കും മണ്ണടി വേദിപ്പടിയിട്ട് കുറേ കാലങ്ങളായി. അപ്പോൾ പഞ്ചായത്തിലും വില്ലേജിലും കുറേ സാധനങ്ങൾ ഞങ്ങൾ അപേക്ഷകൾ പൂരിപ്പിച്ചിട്ട് കൊടുത്തിട്ടും ഇതിനാരും ഒരു നടപടി എടുക്കുന്നില്ല. ഇനി അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഞങ്ങൾക്ക് ജീവിക്കണ്ട, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങൾ എന്തായാലും ഇതിന് തീരുമാനം കലക്ടർ വന്ന് എടുക്കുക, അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ് ഏതെങ്കിലും ഒരു ടീം ഇതിന് പരിഹാരം ഉണ്ടാക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഞങ്ങൾ ശരിയാവില്ല, ഞങ്ങൾ പഞ്ചായത്തിൽ അവിടെ താമസിക്കും. അല്ല വേറെ എന്താ ഞങ്ങൾക്ക് പറയാനുള്ളത്? ഒരുപാട് സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയാണ് ഇവിടെ കടന്നുറങ്ങാൻ കഴിയുന്നത്? ഞാൻ ഈ വാർഡിലെ ജനപ്രതിനിധിയാണ്. 3.5 വർഷത്തോളമായി ഇതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിലെ അധികാരികൾക്കും ITDP ഉദ്യോഗസ്ഥർക്കൊക്കെ നമ്മൾ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി സാധിച്ചിട്ടില്ല. മഴ പെയ്യുമ്പോൾ എന്താ ചെയ്യാറിങ്ങനെ ഭയപ്പെടുന്ന സമയത്ത് എന്താ ചെയ്യാം? അതാ അപ്പുറത്ത് തൊട്ടൊരു വീടുണ്ടല്ലോ, ഇപ്പൊ പുതിയൊരു വീട് കയറ്റുന്നുണ്ട്. അതിലെ കുട്ടികളൊക്കെ പെറുക്കി കെട്ടിയിട്ട് അങ്ങോട്ട് പോകും. എന്നിട്ട് പിന്നെ മഴ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. പേടിയോടെ തന്നെ കിടന്നുറങ്ങുന്നത്. ഇത് കോൺഗ്രസിന്റെ ഈ പഞ്ചായത്തിലുള്ള മെമ്പർമാരടക്കമുള്ളവർ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത് സമരം ശക്തമാക്കാൻ തീരുമാനിച്ചവർ പഞ്ചായത്തിലേക്ക് ഇവരുമായി പ്രതിഷേധമായി പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. എന്താണ് നിങ്ങളൊരു മുന്നോട്ട് പോക്ക്? നിങ്ങളെല്ലാവരും കാണുന്നൊരു കാര്യമാണിത്. ഭയപ്പാടില്ലാതെ നമ്മൾ ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ജീവിക്കണം. 3 വർഷമായി ഞങ്ങൾ ജനപ്രതിനിധികളായിട്ട് 3 വർഷമായി പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ ഇത് കാണിക്കുന്നുണ്ട്. ഇവർ ഓരോ വർഷവും മഴ വരുമ്പോൾ മാറിപ്പോ എവിടേക്കാണ് ഈ പാവങ്ങൾ പോകേണ്ടത്? അതിന് ഇവർ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് സുരക്ഷിതമായി താമസിക്കാനൊരു സ്ഥലം കിട്ടുന്നത് വരെ ഞങ്ങൾ പഞ്ചായത്തിൽ വരട്ടെ എന്ന് ഞങ്ങളും തീരുമാനിച്ചു. അവരാണ്, അവരുടെ സങ്കടമാണ്, ആ സങ്കടത്തിൻ്റെ കൂടെയാണ് ഞങ്ങളെല്ലാവരും. എന്നാലും പ്രതിഷേധമായി ഇപ്പോൾ പഞ്ചായത്തിലേക്ക് പോകാനുള്ള തീരുമാനത്തിലാണ് ഇവർ. എല്ലാവരും പ്ലക്കാർഡും ഇപ്പോൾ പഞ്ചായത്തിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇനി അവിടെ കയറി ഞങ്ങൾ താമസിക്കുമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. കാരണം ഭീതിയോടെ എന്തായാലും ഇവർക്ക് ഇവിടെ കടന്നുറങ്ങാൻ കഴിയില്ല എന്നുള്ള കാര്യം സുജ നമുക്ക് തന്നെ വ്യക്തമാണ് എന്നുള്ളതാണ്. അതിനെന്തായാലും അടിയന്തരമായി പരിഹാരം കാണാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാവേണ്ടതുണ്ട്. സുജ.